ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കാം. 6th ചക്രയാണ്, ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ആണ്. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയത് 6th ചക്ര. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ആർക്കേഞ്ചൽ മെട്രട്രോണിനെ വിളിച്ചു കഴിയുമ്പോൾ, അതായത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര, നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ആർക്കേഞ്ചൽ മെറ്റാട്രോണിനെ നിങ്ങൾ വിളിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഇൻവോക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ, ആൾറെഡി നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉള്ള ആൾക്കാരാണ്, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണോ ശരിയാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആർക്കേഞ്ചൽ മെറ്റാട്രോണിനെ വിളിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് പ്രൊട്ടക്ഷനൊക്കെ ചോദിച്ച്, നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷനൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അത് കൃത്യമായിട്ടും നിങ്ങൾക്കത് മനസ്സിലാകും എന്നുള്ളതാണ്. ഈ ആർക്കേഞ്ചൽ മെറ്റാട്രോണാണ് ആകാശിക് റെക്കോർഡിൽ ഈ ആകാശിക് ബുക്കിൻ്റെ കീപ്പറാണ്, ആകാശിക് റെക്കോർഡ്സിൻ്റെ ബുക്കിൻ്റെ കീപ്പറാണ് ഈ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ. അപ്പോൾ അദ്ദേഹമാണ് ഈ ബുക്കുകൾ കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു ലൈബ്രറിയുടെ എന്നൊക്കെ പറയാം. ഇപ്പോൾ ആകാശിക് റെക്കോർഡ് എന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക്, അത് കുറേ ആൾക്കാർ എന്നോട് ആകാശിക് റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ ഓരോ കർമ്മയും എഴുതി വെച്ചിട്ടുള്ള ബുക്കുകളുണ്ട് എന്നുള്ളതാണ്. അത് പണ്ട് ഇങ്ങനെ പറയുന്നത് ചിത്രഗുപ്തൻ, നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ. ചിത്രഗുപ്തനാണ് നമ്മളെ കർമ്മകളൊക്കെ എഴുതി വെക്കും. നമ്മൾ മരിച്ചു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പം ചിത്രഗുപ്തൻ ബുക്ക് എടുത്ത് നോക്കും, നമ്മൾ ചെയ്ത തെറ്റുകളും നമ്മൾ എന്തൊക്കെ ചെയ്ത കർമ്മങ്ങളെല്ലാം നോക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ചിത്രഗുപ്തൻ. ഇതിൽ പറയുന്നത് ആർക്കേഞ്ചൽ മെറ്റാട്രോൺ ഒരു ചിത്രഗുപ്തൻ്റെ അതേ ഇതുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ ബുക്കിൻ്റെ ആ ആകാശിക് റെക്കോർഡിൻ്റെ ആ ലൈബ്രറിയൻ എന്നൊക്കെ പറയാം. അദ്ദേഹമാണ് നമുക്ക് ഈ ബുക്ക് കൊണ്ടു തരുന്നത്. നമ്മൾ ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ ഇൻവോക്ക് ചെയ്ത് ഈ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ വന്നിട്ടാണ് ആ ബുക്ക് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട് ആകാശിക് റെക്കോർഡ് എന്താണ് എന്നൊക്കെ കുറേ. അത് പക്ഷെ എനിക്ക് അതിൽ കുറേ ഉണ്ട് കേട്ടോ പറഞ്ഞ് തരാൻ ഒരുപാടുണ്ട്. അത് നമുക്ക് ഈ ഡിവൈൻ മെസ്സേജിൽ കൊടുത്ത ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റില്ല, കാരണം ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കും ഇതിൽ. അപ്പോൾ ഈ ആർക്കേഞ്ചൽ മെറ്റാട്രോൺ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തേർഡ് ഐ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തേർഡ് ഐയിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ തേർഡ് ഐ ആക്ടിവേഷനിലൂടെ ചിലപ്പം തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ തേർഡ് ഐ ആക്ടിവേഷനിലൂടെ നമുക്ക് വരാൻ പോകുന്ന കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും പാസ്റ്റിൽ നടന്നു കഴിഞ്ഞതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷനൊക്കെ മാറിയിട്ട് നമുക്കിത് മനസ്സിലാകും, ഇതാണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഈ ഒരു സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർക്ക് പല സ്റ്റെപ്പാണ്. ഓരോ ചക്രയും ആക്റ്റീവായി വരുമ്പോൾ നമ്മളുടെ ലെവല് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കുണ്ടലിനി അവേക്കണിങ് ആയി കുറേ ആൾക്കാർക്കും കുണ്ടലിനി റൈസ് ചെയ്ത് ചിലപ്പോൾ ഈ തേർഡ് ഐയിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ എനർജി ആയിരിക്കണം ഇന്നത്തെ ദിവസം കിട്ടിയത്. നിങ്ങൾ കാണുന്ന കുറേയധികം ആൾക്കാരും ചിലപ്പോൾ നിങ്ങൾ കുണ്ടലിനി റൈസിങ്ങിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ബോധേഡ് അല്ലായിരിക്കാം. പക്ഷേ എന്നാലും ഇപ്പോൾ നമുക്കത് അറിയണമെന്നൊന്നുമില്ല. കുണ്ടലിനി റൈസ് ചെയ്യാൻ നമുക്ക് കുണ്ടലിനിയെ പറ്റി അറിയണമെന്നൊന്നുമില്ല. അത് ആൾറെഡി അറിഞ്ഞാലും ഇല്ലെങ്കിലും അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കുറേ ആൾക്കാർക്കും ഇത് കുണ്ടലിനി റൈസ് ചെയ്ത് മൂലാധാരത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു തേർഡ് ഐയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കുറേ ആൾക്കാർക്ക് ചിലപ്പം തലവേദനയോ തലപെരിപ്പോ ഒക്കെ ഉണ്ടായിരിക്കും.
ചിലപ്പോൾ പുരുകമൊക്കെ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും കുറേ ആൾക്കാർക്ക്. ഇത് കുണ്ടലിനി റൈസ് ചെയ്യണതാണെന്നൊന്ന് ചിലപ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു ഇതാണെന്ന് കാണുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആർക്കേഞ്ചൽ മെറ്റട്രോണിനെ ഇൻവോക്ക് ചെയ്യാം എന്നാണ് കാണുന്നത്. വീണ്ടും വന്നിട്ടുള്ളത് 7th ചക്രയാണ്. ആർക്കേഞ്ചൽ യൂറിയലാണ്. ഇതിൽ നിങ്ങളുടെ സഹസ്രാര ചക്രമാണ് കാണുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടും എന്നുള്ളതാണ്, അറിവുകൾ കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് അറിവുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ തേർഡയും ഇതിൽ നമ്മളുടെ സഹസ്രാര ചക്രമാണ്. അപ്പോൾ ആൾറെഡി കുണ്ടലിനി എവേക്കണിങ് നടക്കുന്ന ആൾക്കാർ തന്നെ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം ഈ ഇതിൽ നിങ്ങളുടെ സഹസ്രാര ചക്രം പലർക്കും അത് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കണം. അതിലൂടെ നിങ്ങൾക്ക് ഇനി ഒരുപാട് അനുഗ്രഹങ്ങളും അറിവുകളും കിട്ടി തുടങ്ങും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത് കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയണതാണ്, നിങ്ങൾ ഒന്ന് തലയിൽ എണ്ണ തേച്ചൊന്ന് മസാജ് ചെയ്ത് കുളിക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മളുടെ നെറുകയിൽ എണ്ണ വെക്കുന്നു എന്ന് പറയുന്നത് അത് വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പം എന്തെങ്കിലും ഇതിൽ ഒരു ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ പതിയെ ഒരു മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാരും അതിൻ്റെ ഒരു പ്രോസസ്സിലാണ് എന്നുള്ളതാണ്, കുണ്ടലിനി റൈസിങ്ങിൻ്റെ പ്രോസസ്സിലാണ്. ചിലർക്കത് പൂർത്തിയായിട്ടുണ്ടായിരിക്കാം, അവർക്കത് ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ വളരെ നിഷ്കളങ്കരായിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ, അവർക്ക് എന്താണ് സംഭവിക്കണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ആൾക്കാർ. ആൾറെഡി അത് റൈസ് ചെയ്തു, നിങ്ങൾ എവേക്കണിങ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ മനസ്സിലാക്കുക, ഈ എവേക്കണിങ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട. അത് വീണ്ടും പഴയ പോലെ വളരെ കുറച്ച് സമയത്തായിരിക്കും നമുക്ക് ആ ഒരു എവേക്കണിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വളരെ കുറച്ച് സമയമായിരിക്കും, ചിലപ്പോൾ അത് മണിക്കൂറുകളായിരിക്കും, ചിലപ്പോൾ ദിവസങ്ങൾ മാത്രമായിരിക്കാം. അത്രയേ ഉള്ളൂ. വീണ്ടും നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമ്മൾ ഇടപഴകുന്നത് നമ്മളുടെ അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടല്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് വീണ്ടും. അപ്പം നമ്മളൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് തരും, വീണ്ടും നമ്മളെ പഴയ സ്റ്റേറ്റിലെത്തിക്കും. പക്ഷേ ആൾറെഡി ഒരിക്കലത് എവേക്കണിങ് ആയിക്കഴിഞ്ഞാൽ, റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയാം ആൾറെഡി. പിന്നെ അത് എളുപ്പമാണ്, നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു സ്റ്റേറ്റിൽ സ്ഥിരം ആകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മെസ്സേജ് വളരെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണെന്നാണ് തോന്നണത്. ദ തിങ്കിങ് മാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ആരോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് അതൊരു പുരുഷനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആളിൻ്റെ കയ്യിൽ ഒരു ഡയമണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആളുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ആൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു കാർഡോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോ നിങ്ങൾ അത് വേറൊരു തരത്തിൽ കാണാതിരിക്കുക. കാരണം ആൾറെഡി നിങ്ങളൊരു ഗുരുവിനെയൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഈ ഒരു ഗുരുവാണ് എനിക്ക് എൻ്റെ എല്ലാം. അങ്ങനെ ചിന്തിക്കരുത്. നമ്മളുടെ ഗുരു എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് മാറിക്കൊണ്ടേയിരിക്കും. ഇന്നുണ്ടായിരിക്കുന്ന ഒരാളായിരിക്കില്ല നമ്മൾക്ക് നാളെ ഗുരുവായിട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മുടെ സ്റ്റേറ്റ് മാറും തോറും ഈ ഗുരു എന്ന് പറയുന്ന ആ ഒരു പൊസിഷന് മാറിക്കൊണ്ടേയിരിക്കും. പലരും ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കീഴിലാണ് ഇന്ന് കാണുന്നത്. ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. നമ്മളുടെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്താതെ അത് ഫേക്കായിട്ടുള്ള കുറേ ആൾക്കാരുടെ ട്രാപ്പിൽ പെട്ടുപോയി പൈസയും നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഒരു ഇതിൽ അവരെ വളർത്താൻ വേണ്ടിയിട്ട് ഉള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഭവങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാർഡ് എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ പറയുന്നത് ആ ഒരു ഇതിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഉള്ള ഒരാളെന്ന് പറയുന്നത് നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ചിന്തിക്കേണ്ട. ഇതിൽ ഈ ഒരു ആള് നിമിത്തം
നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാത്ത ഒരാളായിരിക്കും. നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് കുറെ പെയിൻ തന്നോട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത ആളായിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു തരാനും വന്ന ഒരാൾ ചിലപ്പോൾ ആ ആൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് ഈ ഒരു ഡയമണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അതൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാകാം, അവർ മാത്രമല്ല അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാകാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു മെൻറ്ററോ ഒരു ടീച്ചറോ ഒക്കെ ആകാം. ആ ആള് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും എന്നാണ് കാണുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകും, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് കാണുന്നത്. എല്ലാവർക്കും അല്ല, ഈ ഒരു കാർഡ് കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്. ഇത് നിങ്ങൾ ആ തരത്തിൽ മാത്രം കാണണം. ഗോഡസ് ഓഫ് ദ മൂൺ ആണ്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ധാരാളമായിട്ടുണ്ട് എന്നുള്ളതാണ്. മൂൺ ഗോഡസിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. നമുക്കറിയാലോ, ശരിക്കും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. അപ്പം നമുക്ക് ഒരുപാട് ഇൻഡ്യൂട്ടീവ് കഴിവുകൾ തരുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ആ മൂണിൻ്റെ എനർജി നിങ്ങൾ സ്വീകരിക്കുക. അവിടെ നിന്നുള്ള മെസ്സേജസ് നിങ്ങൾക്ക് പറ്റുമെന്നുള്ള രീതിയിൽ നിങ്ങളത് ഡീകോഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറേ നേരം മൂണിനെ നോക്കിക്കൊണ്ട് നിന്നാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ആ ഒരു മൂൺ എനർജിയിൽ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സറണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ ഈ സറണ്ടറിങ്. നമ്മൾ നല്ല പ്രകാശമുള്ള ഒരു രാത്രിയിൽ നമ്മൾ ചന്ദ്രൻ്റെ പ്രകാശമുള്ളൊരു പ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ആ ഒരു മൂണുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. ഇതെല്ലാം ഞാൻ ഇവിടെ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇവിടെ തന്നിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കിട്ടുമെന്ന് മാത്രമല്ല, സറണ്ടറിങ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമുക്ക് സറണ്ടറിങ് നടക്കുന്നത്. നമ്മളെ ഉള്ളിൽ വെച്ചിരുന്നാൽ പറ്റൂല. അപ്പം അത് നമുക്ക് പറയണമെങ്കിൽ അത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്ന് ഇതൊരു ഉപാധിയാണ്. മൂണെന്ന് പറയുന്ന ഒരു ഉപാധിയാണ്. അതിലേക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളത് ചെയ്യുക. മാൻ ഹോൾഡിങ് എ ഹാർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഒരു ഹൃദയം, ആരുടെയോ ഒരു ഹൃദയം നിങ്ങൾ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളിലല്ല എന്നുള്ളതാണ്. നിങ്ങൾ വേറൊരാളിൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി ഒരു പ്രണയത്തിലായിരുന്നെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒരാളിൻ്റെ ഹൃദയം നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഓർമ്മകളാണ്, പാസ്റ്റിലെ ഓർമ്മകളാണ്. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വണ്ണം സ്നേഹവും വേദനയും തന്ന ഏതെങ്കിലും ആൾക്കാരെ കുറിച്ച് നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കതിൽ സന്തോഷവും തന്നിട്ടുണ്ടായിരിക്കും, വിഷമവും തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ആ ഓർമ്മകളിലാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ ആ ഒരാളിനെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ഈ ഒരാൾ തിരിച്ചു വരുമോ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നോക്കാം. എക്സ്പീരിയൻസിങ് ആണ്. പുതിയ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന പല കാര്യങ്ങളെയും നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മളെ മുറ്റത്തുള്ള ചെടികളെ നന്നായിട്ട് നോക്കാനോ ഒന്നും നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. നിങ്ങൾ പ്രപഞ്ചവുമായിട്ട്, പ്രകൃതിയുമായിട്ട് നിങ്ങൾ ചേരാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടും. നമ്മൾ ഒരുപാട് വിഷമത്തിലിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആ വിഷമം മറക്കാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് നിങ്ങൾ പുറത്തിറങ്ങാൻ പറ്റുന്നുള്ള ആൾക്കാർ ഒന്ന് പുറത്തിറങ്ങി നമ്മളുടെ മുറ്റത്ത് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മതി. നമ്മൾ ചെടികളോടും മരങ്ങളോടും ഒക്കെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. പൂമ്പാറ്റകളോടും ഒക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ഇത് ചെയ്താൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളും.
അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. മൃഗങ്ങളോട് അടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ ഒരുപാട് നെഗറ്റീവ്സ് അവരെടുക്കും എന്നുള്ളതാണ്. ഈ മൃഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് എടുക്കാൻ പറ്റുന്നത്, അവർക്കത് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും വളരെ നല്ലതാണ്. പെറ്റ്സിനെ വളർത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പെറ്റ്സിന് കഴിയും എന്നുള്ളതാണ്. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു പെറ്റ് കൂടെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഉള്ള ആ ഒരു കളിയും ഒക്കെ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. തൽക്കാലത്തേക്കെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും എന്നുള്ളതാണ്. പിന്നെ പൊതുവേ പെറ്റ്സ് നല്ലതാണ്. ഈ പൂച്ച എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ പൂച്ച, അത് അവള് ശരിക്കും ഈ ഒരു സമയം ഇപ്പം പുറത്തുള്ളൊരു ചെടിയുടെ മുകളിൽ കയറിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഒച്ച കേട്ടിട്ട് ഇറങ്ങാൻ പറ്റണില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പൂച്ച എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നതെന്ന് ഞാൻ പലരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഏഞ്ചലിൻ്റെ പ്രസൻസ് ആണ് ഈ പൂച്ചകൾ തരുന്നത് എന്നുള്ളതാണ്. അത് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പൂച്ച ഇങ്ങനെ ഇരിക്കുന്നത് ഏഞ്ചലിൻ്റെ പ്രസൻസ് കൊണ്ടാണെന്നാണ്. അപ്പോൾ അതുപോലെ ഈ പൂച്ച, പട്ടി അല്ലെങ്കിൽ തത്ത അങ്ങനെയുള്ള പെറ്റ്സ് നമുക്ക് ഒരുപാട് സന്തോഷം തരും എന്നുള്ളതാണ്. നമുക്ക് ഡോപ്പാമിനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് പെറ്റ്സിനെ ഇഷ്ടമുള്ളവർ അത് വളർത്താനും അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുക. പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ചില ആൾക്കാർ നമ്മളുടെ കൂടെ നല്ല ഇതിൽ കാണിക്കുകയും പുറത്ത് അവർ വേറെ പല കാര്യങ്ങളും നമ്മളെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ആ ഒരു രണ്ട് മുഖം, നിങ്ങൾ മാസ്ക് വെച്ച ആ ഒരു മുഖവും നിങ്ങളെ മുന്നിൽ അവർ വളരെ നല്ലതായിട്ടിരിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഭാഗ്യത്തിലൊക്കെ അവർക്ക് സന്തോഷമാണോ, അവർ നിങ്ങളെപ്പോലെ സന്തോഷിക്കുന്നുണ്ടോ, അതേ അവരുടെ ഉള്ളിൽ അസൂയാണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം ചില ആൾക്കാർക്ക് ഈ ഒരു മാസ്ക് വെച്ച് നിങ്ങൾക്ക് പലരോടും ഇടപെടേണ്ടിയും വരും. നിങ്ങൾക്കൊരു നല്ല ദേഷ്യം ഉണ്ടെങ്കിലും അവരോടൊക്കെ വളരെ ചിരിച്ച് സംസാരിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും. അങ്ങനെ കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്, ഇന്നർ വോയിസ് ആണ് അത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ, ഇത് മൂൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ വിശ്വസിക്കുക. ഇൻഡ്യൂഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സർസൈസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, പ്രാണായാമം ചെയ്യുക. നിങ്ങൾക്ക് ഇതിലും നിങ്ങളുടെ സഹസ്രാര ചക്രം ആണ് കാണിക്കുന്നത്. ഇതും അതാണ്. സഹസ്രാരത്തിലുള്ളത് മൂണാണ്. അപ്പോൾ ഈ മൂണെന്ന് പറയുന്നത് നിഗൂഢമായ കുറേ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ച് മറ്റുള്ളവർ നിങ്ങളെ ഹൈഡ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ അറിയേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി വളരെ ഒരു ശരിക്കും മുന്നോട്ട് പോയ ആൾക്കാരാണ് എന്നുള്ളതാണ്. പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നു. ഇന്നത്തെ ഇതെല്ലാം പാസ്റ്റ് ലൈഫും ആണ് വന്നിട്ടുള്ളത്. കാരണം ആദ്യം തന്നെ വന്നത് ആർക്കേഞ്ചൽ മെട്രോട്രോൺ ആണ്. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, അത് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഉള്ളിലെ ആ ഒരു കഴിവ്, ഇതിനകത്തൊരു ത്രോട്ടിലുള്ളതൊരു ഡയമണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്ത് ആക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും അവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാമായിരിക്കാം, പക്ഷേ ഇതുവരെ തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു സമയം തിരിച്ചറിയുന്നു, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ചേഞ്ചാണ് ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നതായിരിക്കാം, നിങ്ങളുടെ എനർജി ലെവലിൽ മാറ്റം വരുന്നതായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോകുന്നതുമായിരിക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ ഒരു ഇൻ യാങ് എനർജി അത് ശരിക്കും ബാലൻസിൽ വരുന്ന ഒരു സമയമാണ്. ഇന്നത്തെ റീഡിങ് മുഴുവൻ സ്പിരിച്വലായിട്ടുള്ള
അത്രയും ഹയർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. അവരുടെ കുറേയധികം സംശയങ്ങളായിരിക്കണം ഇതിലൂടെ ഇന്ന് കിട്ടിയത്. ഇതുവരെയും നമ്മൾ ചെയ്തതുപോലത്തെ ഒരു ഡിവൈൻ മെസ്സേജ് അല്ല ഇന്ന് എന്നാണ് എനിക്ക് ഇതിൽ തോന്നുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ മസ്കുലൈൻ എനർജി അത് ഒരു ബാലൻസിൽ വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ എന്തിനാണ് ഇത്രയും ജീവിതത്തിൽ ഇത്രയും സ്ട്രഗിൾ നിങ്ങൾക്ക് വന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ലോകം ചുറ്റാനുള്ളൊരു അവസരമാണ് കേട്ടോ, അവസരം വരുന്നുണ്ട് എന്നുള്ളതാണ്. കുറേയധികം ആൾക്കാർക്കും ഒരു ട്രാവല്, നിങ്ങൾക്കൊരു ഉല്ലാസയാത്ര എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്ര എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അതൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പം പിന്നെ ഈ നിങ്ങളുടെ എനർജി ലെവൽ ശരിക്കും ഷിഫ്റ്റ് ആകുന്നുണ്ട് കേട്ടോ. പൂർണ്ണമായി അത് മാറുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഫീലൊക്കെ മാറി പോസിറ്റീവ് ആകുന്നുണ്ട്. പൂർണ്ണമായും അത് പോസിറ്റീവ് ആകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കത് തിരിച്ചറിയാനും പറ്റുന്നുണ്ടായിരിക്കാം. ഇത് ബേർഡനാണ്. കുറേ ആൾക്കാർ ആവശ്യമില്ലാത്ത കുറേ ഭാരം ചുമന്നുകൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. ആവശ്യമില്ലാത്തതാണ്, നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് കിടക്കാം. ആവശ്യമില്ലാത്ത ഭാരം ചുമന്ന് കഴുത്തൊടിഞ്ഞ ആൾക്കാരുടെ എനർജിയാണ്. നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മളുടെ ജീവിതത്തിൽ വേണ്ടാത്ത കുറേ കാര്യങ്ങളെല്ലാം കൂടെ നമ്മളുടെ ചുമലിൽ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളൊരു പാവയെ പോലെ അവർ പറയുന്നത് കേട്ടിട്ട് പോകുന്ന ഒരു എനർജി. ഇത് നിങ്ങൾ മാറ്റാനുള്ള സമയമാണ്. അതാണ് ചേഞ്ച് വന്നത്. നിങ്ങളുടെ ബർഡനൊക്കെ മാറ്റി നിങ്ങൾ വളരെ ഫ്രീ ആകാനുള്ള ഒരു സമയമാണ് എന്നുള്ളതാണ് ഈ ഇന്നർ വോയിസും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്ത് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് ഈ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇതാണോ, നമ്മൾ സാധാ ചെയ്യുന്ന റീഡിങ് പോലെ അല്ല ഇന്നത്തെ മെസ്സേജ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് എല്ലാവരും തന്നെ കാണുന്ന മാക്സിമം പറ്റാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.